കേജ്രിവാളിനെ കുടുക്കിയത് ഡൽഹി മദ്യനയ കേസിൽ കോൺഗ്രസ് സ്വീകരിച്ച മുൻ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് ആണ് ഇത് സംബന്ധിച്ച ആദ്യ പരാതി പോലീസിന് നൽകിയത്. അതാണ് ഇഡിക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഇഡി അന്വേഷണം സംബന്ധിച്ച നിലപാടിൽ കോൺഗ്രസിനും ബിജെപിക്കും എതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. ഇപ്പോൾ ഡൽഹി വിഷയത്തിൽ സമരരംഗത്തുള്ള കോൺഗ്രസ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് മുൻ നിലപാട് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഡൽഹിയിൽ നടന്ന ഇന്ത്യ റാലി ബിജെപിക്കുള്ള മുന്നറിയിപ്പാണ്. വലിയ ജനപങ്കാളിത്തമാണ് അതിനുണ്ടായത്. കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാക്കളെ ഇഡി ഉപയോഗിച്ച് ബിജെപി വേട്ടയാടുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ബിജെപി വേട്ടയാടൽ നടത്തുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബിജെപി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേജ്രിവാൾ. ഈ മദ്യനയ കേസ് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് ആണ് വഹിച്ചത്. തീവ്ര RSS നിലപാടുകളാണ് ബിജെപി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ അതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് പറയാൻ കോൺഗ്രസ് അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ തയ്യാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. മണിപ്പൂർ വിഷയത്തിൽ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ ശക്തമായി പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി എന്തു റോളാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ്. അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്? എന്തിനായിരുന്നു അത്? ബി.ജെ.പി ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ? കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണ്ടേ എന്നൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിന്റെ അനൗചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യം. റിയാസ് മൗലവി വധക്കേസ് വിധി സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്വേഷണവും നടത്തിപ്പും സുതാര്യമായിരുന്നു. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കും. പ്രതികൾ 7 വർഷം ജയിലിൽ കിടന്നത് പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത്. എത്ര ജാഗ്രതയോടെയാണ് അതിൽ ഇടപെടൽ നടന്നത്. ഈ സംഭവം നടന്ന് 96 മണിക്കൂറുകൾ തികയും മുൻപ് 23/3/17 3 പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കുറ്റം നടന്ന് 85-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി തേടി. സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു. കേസ് അന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത്. അതില് ഒരു ഘട്ടത്തിലും ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം.